അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിവിധ മേഖലകളിലായി വ്യത്യസ്ത പരീക്ഷകളെ നേരിടുന്നവരാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ സ്കൂളുകളിൽ ക്രിസ്മസ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത മാസങ്ങളിലായി മദ്രസകളിൽ പൊതുപരീക്ഷകളും വാർഷിക പരീക്ഷകളും, അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പല രൂപത്തിലുള്ള പരീക്ഷകളെ നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ്, ഇനി നേരിടാനുള്ളവരാണ് നമുക്ക്. പ്രത്യേകിച്ച് ഈ പരീക്ഷാ കാലയളവിൽ പല രക്ഷിതാക്കൾക്കും പല വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു ആശങ്ക, ധാരാളമായി പഠിക്കുന്നുണ്ട്, പക്ഷെ പരീക്ഷാ ഹാളിലെത്തിയാൽ പഠിച്ച വിഷയങ്ങളൊന്നും ഓർമ്മയിൽ വരുന്നില്ല, ആൻസർ ഷീറ്റിൽ ഉത്തരം എഴുതാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്നു. ഈ ഒരു ആശങ്ക പല വിദ്യാർത്ഥികളും പല രക്ഷിതാക്കളും നമ്മളുമായി പങ്കുവെക്കാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. മുൻഗാമികളായ മഹത്തുക്കളായ മഹാന്മാർ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കാൻ വേണ്ടി നമ്മോട് നിർദ്ദേശിച്ച ചില ടിപ്സുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കൃത്യമായി ശ്രദ്ധിക്കുകയും പറയുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നടപ്പാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഏത് വലുതും ചെറുതുമായ പരീക്ഷകളാവട്ടെ നല്ല മാർക്കോടുകൂടെ ഉന്നതമായ വിജയം കൈവരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്ന ഉറപ്പ് ഞാൻ ആമുഖമായി നൽകുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഏത് വിഷയമാണോ നമ്മുടെ പരീക്ഷയ്ക്കുള്ളത് ആ വിഷയം നന്നായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. നന്നായി പഠിക്കുന്നതോടുകൂടെ ആത്മീയപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും വേണം. അത്തരം കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യമായി നാം ചെയ്യേണ്ടത്, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും പരിശുദ്ധമായ ഖുർആനിലെ 94-ാമത്തെ സൂറത്തു ശറഹ്, അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് എന്ന് തുടങ്ങുന്ന അലം നശ്റഹ് സൂറത്ത് ഒരു തവണ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ പാരായണം ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ അലം നശ്റഹ് സൂറത്ത് ഒരു തവണ നമ്മൾ പാരായണം ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അദദ കുല്ലി ഹർഫിൻ കുതിബ വയുക്തബു ഇലാ അബദിൽ ആബിദീൻ വദഹ്രിദ് ദാഹിരീൻ യാ റബ്ബൽ ആലമീൻ. ഈ ദുആയും കൂടെ ചൊല്ലുക. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും അലം നശ്റഹ് സൂറത്തും അതോടൊപ്പം ഈ പറയപ്പെട്ട ദുആയും നിർബന്ധമായും എല്ലാ വിദ്യാർത്ഥികളും ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമതായി, എല്ലാ ദിവസവും സൂറത്തുൽ അംബിയായിലെ 79-ാമത്തെ ആയത്ത്, ഏതാണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഫഹംനാഹാ സുലൈമാന വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമാ وسخرنا مع داود الجبال يسبحن والطير وكنا فاعلين. ഈ ആയത്ത് എല്ലാ ദിവസവും 10 തവണയും നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കാൻ അത് വലിയൊരു മരുന്നാണ് എന്ന് മുൻഗാമികളായ മഹത്തുക്കളായ ആളുകൾ നമ്മോട് നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് വളരെ സ്നേഹത്തോടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള വിഷയം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏത് പരീക്ഷയാവട്ടെ അതിലൊക്കെ ഉന്നതമായ വിജയം 100% മാർക്ക് നമുക്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു മരുന്നാണ് നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത്. വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 100% വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.